ഹായ്, വെൽക്കം എവരിവൺ. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്, നമ്മുടെ തമ്മിലിൽ കണ്ട പോലെ എന്താണ് ഡിമാറ്റ് അക്കൗണ്ട്, എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്നൊരു കാര്യം നമ്മൾ പറയാൻ പോകും. അപ്പം ജസ്റ്റ് ഒരു ബ്ലൈൻഡ് ആക്കിയിട്ട് ഒരാളെ ഈ ഡിമാറ്റ് അക്കൗണ്ട് അതെടുക്ക് ഇതെടുക്ക് ലിങ്ക് ഇട്ടിട്ടുണ്ട് അതിനകത്ത് കയറാന്നുള്ള രീതിയിൽ പറയുകയല്ല. നമുക്കിപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് നോളജുകൾ കിട്ടണമല്ലോ. അതാണ് നമ്മുടെ ചാനലിൻ്റെ ഉദ്ദേശം. കുറച്ച് കാര്യങ്ങൾ കിട്ടി നമ്മൾ ലോങ് ടൈമിൽ ഒരു ബെറ്റർ ഒരു ട്രേഡർ ആകുക എന്നുള്ളൊരു കാര്യം. അപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് അല്ല, അതായത് നമ്മൾ ആദ്യം പറഞ്ഞ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ച ഒരുപാട് പേര് കാണും, പക്ഷെ അത് വെക്കാത്തവർക്ക് നാളെ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ഉപകാരപ്പെടാം. അപ്പം എന്തൊക്കെ ഇതിനകത്ത് നടക്കുന്നതെന്നുള്ള കുറച്ച് കാര്യങ്ങളോട് നമുക്ക് ഈ വീഡിയോയ്ക്ക് ഉൾപ്പെടുത്തുന്നു. കാരണം നമ്മുടെ നോളജ് ബൂസ്റ്റ് ആകുമ്പോഴത്തേക്കാണ് നമുക്കൊരു ബെറ്റർ ആയിട്ടുള്ളൊരു ആ കാര്യത്തിലേക്ക് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നത്. എന്നാലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ടോപ്പിക്കിലോട്ട് വരാം. ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിമെറ്റീരിയലൈസർ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. അതായത് മുമ്പ് കാലത്തൊക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഒരു പേപ്പേഡ് ഫോമിലാണല്ലോ. ഇപ്പൊ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഓൺലൈൻ ഫോമിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്. പിന്നെ നമ്മൾ ഷെയർ മാർക്കറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നല്ല ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട് നമ്മുടെ ഇവിടെ. അതായത് ഇന്ത്യയിൽ തന്നെ ഒരുപാടുണ്ട്. അപ് സ്റ്റോക്സ്, സെറോദ, ഏഞ്ചൽ വൺ, ധൻ, ഗ്രോയ്, അങ്ങനെ ഒരുപാട് ചാനൽ. ഇവർ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചാൽ സ്റ്റോക്ക് ബ്രോക്കർ ചെയ്യുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഒരു കല്യാണ ബ്രോക്കർ ചെയ്യുന്ന കാര്യം എന്താ? ഒരു പെണ്ണിനെ ചെറുക്കനെ കണ്ടെത്തി അവരുമായിട്ടുള്ള ഒരു കണക്ഷൻ കണ്ടെത്തിയിട്ട് മുട്ടിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവർ തമ്മിലുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ട് കല്യാണം എല്ലാം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ബ്രോക്കറേജ് കിട്ടും. അത് തന്നെയാണ് സ്റ്റോക്ക് ബ്രോക്കർ ചെയ്യുന്നത്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഷെയറിന്റെ കാര്യത്തിലുള്ള കാര്യമല്ല. അത് മറ്റേ ചെറുക്കനെ പെണ്ണിനെ മുട്ടിച്ചു കൊടുക്കുകയല്ല സ്റ്റോക്ക് ബ്രോക്കർ ചെയ്യുന്നതേ ഉള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ചെന്നിട്ട് ഒരു ബയറിന്റെ ഒരു നീഡ്, ഒരു ഓർഡർ അനുസരിച്ചിട്ട് വേറൊരാൾ സെല്ല് ചെയ്യാൻ വെച്ചേക്കും ആ ഒരു ഷെയർസ്, കൃത്യം ആ ഒരു കാര്യങ്ങൾ. അതായത് അയാൾ ഇട്ടേക്കുന്ന ആ ഒരു പൈസയും അയാൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പൈസയും വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു പൈസയും തമ്മിൽ സെയിം ആക്കുക. സെയിം ആക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു അറൗണ്ട് ആ ഒരു ഓർഡറുകൾ തമ്മിൽ ഒരു ബന്ധം കാണും. ഒരാൾ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്നു, മറ്റേ ആൾ 100 രൂപയ്ക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നു. ആ രണ്ട് കാര്യങ്ങളൂടെ കണക്ട് ആക്കിയിട്ട് ആ ഒരു ഷെയർ ഇയാൾക്ക് മേടിച്ചു കൊടുക്കുകയാണ് ഒരു സ്റ്റോക്ക് ബ്രോക്കർ ചെയ്യുന്നത്. എവിടെ നിന്നാണ് മേടിച്ചു കൊടുക്കുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് എല്ലാ ഷെയർസും ലിസ്റ്റ് ആവുന്നത്. അതായത് നമ്മുടെ NSE, BSE, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ പലതും കേട്ടിട്ടില്ലേ? ഇപ്പം ട്രേഡിംഗ് അക്കൗണ്ട് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഇപ്പം മറ്റേ ടാറ്റ സ്റ്റീൽ EQ, NSE അല്ലെങ്കിൽ BSE എന്ന് പറഞ്ഞ് കാണിക്കാം. അതായത് ഇന്ന എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ, അതായത് നമ്മളൊരു ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ, അതായത് സ്റ്റോക്ക് ബ്രോക്കറിന്റെ കീഴിലുള്ള നമ്മളെ ഒരു അക്കൗണ്ടിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് എനിക്കിപ്പോൾ ഒരു ഏതാ വേണ്ടത്, ഒരു ഓക്കെ ടാറ്റ മോട്ടർ തന്നെ. ടാറ്റ മോട്ടർ എനിക്ക് മേടിക്കണം. ഞാൻ അപ്പോഴത്തേക്ക് അത് ടാറ്റ മോട്ടറിന്റെ ആ ഒരു കാര്യം ഞാൻ സെർച്ച് ചെയ്തു. എന്നിട്ട് അതിനകത്ത് കയറ്റി 100 ഷെയറാണ് മേടിക്കുന്നത്. 100 നമ്മൾ അടിച്ചു കൊടുക്കും. അപ്പോൾ അതിനകത്ത് താഴെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് കാണും. അപ്പോൾ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രാഡേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻട്രാഡേ കൊടുക്കാം. ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ, അത് ലോങ് ടൈം ആണ് മേടിക്കുന്നത്, അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഡെലിവറി ഒക്കെ നമുക്ക് കൊടുക്കാം, ലോങ് ടൈം ആയിട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഓർഡർ പ്ലേസ് ആകും. അപ്പം സ്റ്റോക്ക് ബ്രോക്കർ എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് അത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തമ്മിൽ, ഞാൻ പറഞ്ഞില്ല, ആ ഒരു റേറ്റിന്റെ കാര്യമെല്ലാം ഓക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവും. അപ്പം അതിനിടയ്ക്ക് ഒരുപാട് കാര്യം നടക്കുന്നുണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലിങ്ക്ഡ് ആണ്. നമ്മളിപ്പോൾ ഒരു ഡിമാറ്റ് അക്കൗണ്ടിന്റെ കാര്യം സംസാരിച്ചു. ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിനകത്താണ് നമ്മൾ ഫണ്ട് അപ്ലോഡ് ചെയ്യുന്നത്, ഫണ്ട് ഇടുന്നതും. പക്ഷെ നമ്മളത് വാങ്ങിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ നമുക്ക് ചിലവർക്ക് സംശയം തോന്നി, ഇപ്പൊ അത് വാങ്ങിച്ചു കഴിയുമ്പോൾ എന്താ പറ്റുന്നത്? അപ്പം ഡെപ്പോസിറ്ററീസ് ഉണ്ട്. ഡെപ്പോസിറ്ററീസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഷെയർ സൂക്ഷിച്ചു വെക്കുന്ന, നമ്മുടെ ആ ഒരു കാര്യം നമ്മൾ വാങ്ങിച്ചല്ല ഒരു സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ലോക്കർ പോലെ, ഒരു ബാങ്ക് ലോക്കർ പോലെ എന്ന് പറയാം. നമ്മുടെ കൃത്യം ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിനകത്ത് അവിടെ സേവ് ആയിരിക്കും. ഡെപ്പോസിറ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് രണ്ടെണ്ണം ഉള്ളത്, NSDL-ഉം CDSL-ഉം. CDSL എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സെല്ല് ചെയ്യുമ്പോഴും ബൈ ചെയ്യുമ്പോഴും കാണിക്കും CDSL എന്നൊക്കെ പറഞ്ഞു. അതായത് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത് സെബിയുടെ കീഴിലുള്ളതാണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അതാണ് നമ്മുടെ ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഗവൺമെന്റിന്റെ കീഴിലുള്ള മറ്റേ ഈ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം നിയന്ത്രിക്കുന്നത് സെബിയാണ്. സെബി എന്തിനാ വന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഈ ഫ്രോഡ് കാര്യങ്ങൾ, ഇപ്പം മറ്റേ സ്കാം 92 ഒക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, മറ്റേ കുറെ പേരിന്ന് തീരുമാനിച്ച് കഴിയുമ്പോഴത്തേക്ക് വലിയ വലിയ പ്രശ്നങ്ങളിലോട്ടൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് നടക്കും. സ്കാം 92, ഹർഷദ് മേത്തയുടെ കഥയൊക്കെ. ഓക്കെ, ആ ഒരു സീരീസ് പലരും കേട്ടിട്ടുണ്ടായിരിക്കും, കണ്ടിട്ടുണ്ടായിരിക്കും. പല ചാനലിനകത്ത് ഹർഷദ് മേത്തയെ പറ്റി കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂട്യൂബ് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് കിട്ടും ആ ഒരു കഥകളും സംഭവങ്ങളും എല്ലാം.
ഇപ്പോൾ സീരീസ് കണ്ടിട്ടില്ലാത്തത് കണ്ടു നോക്കുക. ഓക്കെ, അപ്പം ഒരു രസമല്ല, എന്റർടൈൻമെന്റും വേണമല്ലോ. അപ്പം നമ്മൾ ഇത് നമ്മുടെ ആ ഒരു ഡെപ്പോസിറ്ററിയിൽ നമ്മുടെ സ്റ്റോക്ക് സേവ് ആകുമല്ലോ. ഇപ്പൊ നമ്മളിപ്പോൾ വിൽക്കാൻ നേരത്ത് നമ്മൾ സെൽ ഓർഡർ കൊടുക്കാൻ നേരത്ത് കൃത്യം അതിനകത്ത് നടക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരൊറ്റ ക്ലിക്കിലാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിലും അതിനകത്ത് എന്തെല്ലാം കാര്യം നടക്കും. നമ്മുടെ പൈസ ട്രേഡിംഗ് അക്കൗണ്ടിലോട്ട് ചെല്ലുന്നു, നമ്മുടെ അത് ഇതിനകത്തോട്ട് നമ്മുടെ ഈ ബാങ്ക് അക്കൗണ്ട് വഴി നമ്മുടെ ഈ ഡിമാറ്റിലോട്ട് ചെല്ലുന്നു. പിന്നെ ആ ഒരു ഫുൾ ട്രാൻസാക്ഷൻ NSDL നിന്ന് അങ്ങോട്ട് മറ്റേ സെല്ലറിന്റെ അക്കൗണ്ടിലോട്ട് ചെല്ലുന്നു. അതിനിടയ്ക്ക് എന്തെല്ലാം കാര്യങ്ങൾ, ആ ഒരു ക്ലിയറൻസ് ഓഫ് ദ സ്റ്റോക്ക്, അങ്ങനത്തെ പല കാര്യങ്ങളും നടക്കുന്നു. അതെല്ലാം പറയാൻ നിന്നാൽ ഈ ഒരു വീഡിയോ ഒന്നും പോരാതെ. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള അറിവ് കിട്ടിയല്ലോ. സ്റ്റോക്ക് ബ്രോക്കറാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ബയ്യറിനും സെല്ലറിനും ഈ ഷെയർസ് മുട്ടിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതെന്തായാലും ക്ലിയർ ആണല്ലോ. അപ്പം ഒരുപാട് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഉണ്ട്. അപ് സ്റ്റോക്ക്, സെറോദ, ധന്, ഏഞ്ചൽ വൺ, അങ്ങനത്തെ ഒരുപാട് ഗ്രോയ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ നമ്മളത് എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? നമ്മളിപ്പം ചെയ്യുന്ന ട്രേഡ് ഏതാന്ന് വെച്ചാൽ നമ്മളിപ്പം സെറോദ, നമ്മൾ അതിന്റെ ബ്രോക്കറേജ് ഒക്കെ, ഒരു ബ്രോക്കറേജ് ഫീസ് ഉണ്ട് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ആ ഒരു ബ്രോക്കറിന്റെ എത്ര ഫീസ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മളിപ്പം ആ ഒരു സ്റ്റോക്ക് ബ്രോക്കറിന്റെ ഒരു പേര് ഇപ്പൊ അപ് സ്റ്റോക്സ് ആയിരിക്കട്ടെ. നമ്മളിപ്പം ഗൂഗിളിൽ ചെല്ലുന്നു, ക്രോമിലോ എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിളിൽ ചെല്ലുന്നു, അപ് സ്റ്റോക്സ് ഇത് ബ്രോക്കറേജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കും. അപ്പം FNO ആണോ നമ്മൾ ചെയ്യുന്നത്, അത് ഫ്യൂച്ചർ ഓപ്ഷൻസ് ആണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ആണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ മറ്റേ ഡെലിവറി ആണോ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അടിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുക്കും. ഇത്ര ഏത് ഷെയർ ഇത്ര വാങ്ങിച്ചിട്ട് ഇത്ര സെല് ചെയ്താൽ എത്ര രൂപ ബ്രോക്കറേജ് കിട്ടും എന്നൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഞാൻ ആദ്യം ഉപയോഗിച്ചത് അപ് സ്റ്റോക്സ് ആണ്. അതൊന്നും സിമ്പിൾ ആയിട്ടുള്ള യൂസറിനെ പറ്റി. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് സെറോദയാണ്. ധന് ഞാൻ എടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അത് ജസ്റ്റ് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ സെലക്ട് ചെയ്യുക. മനസ്സിലായി, ഇന്നത് ബെറ്റർ അങ്ങനൊന്നും ഇല്ല. അപ്പം ഏതാണ്ട് ഓൾമോസ്റ്റ് ഒക്കെ തന്നെ ചെറിയ ചെറിയ ടെക്നിക്കൽ അറൈസ് ഒക്കെ എല്ലാത്തിനകത്തും വരാറുണ്ട്. എന്ന് വെച്ചിട്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ വല്ലപ്പോഴും ഒക്കെ എല്ലാത്തിനകത്തും എല്ലാ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങളും വരാറുള്ള പോലെ വല്ലപ്പോഴും ചില നമ്മൾ ഈ കാണിക്കുന്ന വാല്യൂസിനകത്ത് ചിലപ്പോൾ ശനിയാഴ്ചയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരുപാട് വാല്യൂഷന് വ്യത്യാസം വരുമായിരിക്കും. പക്ഷെ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത ദിവസം അടുത്തൊരു വർക്കിംഗ് ഡേയിൽ അതിന്റെ ക്ലിയർ ആവും. പിന്നെ നമ്മുടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് എല്ലാം കാണിക്കും. അല്ലെ നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ, നമ്മൾ വാങ്ങിച്ച ഷെയർസ് എത്ര അതിനകത്തുണ്ട്, നമ്മൾ ഓർഡർ ഇടാൻ വേണ്ടി എത്ര ഫണ്ട് നമുക്ക് ഇടണം, അത് നമുക്ക് ഫണ്ടല്ല, നമുക്ക് അതിനകത്ത് ഫണ്ടെന്ന് പറഞ്ഞൊരു സംഭവം കാണിക്കും. അതേ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഗൂഗിൾ പേ വഴി, ഞാൻ ഗൂഗിൾ പേ ഉപയോഗിക്കാറ്, ഗൂഗിൾ പേ വഴി നമുക്ക് പൈസ അതിനകത്ത് ഇടാം. എത്ര വേണേൽ നമുക്ക് 100 രൂപയ്ക്ക് മണ്ടക്കോട്ടാന്ന് തോന്നുന്നു ഇടാൻ പറ്റും, മിനിമം ലിമിറ്റ്. അത് നമ്മൾ ഇടുന്നു. ആ ഷെയർ വാങ്ങിക്കുമ്പോഴത്തേക്ക് ഓർഡേഴ്സിനകത്ത് കിടന്നിട്ട് നമ്മളിപ്പം ഓപ്പൺ ഓർഡറിനകത്ത് കിടക്കും. ആ ഓർഡർ എക്സിക്യൂട്ട് ആയി നമുക്ക് വേണ്ട ഒരു സെല്ലറിനെ നമ്മുടെ ബ്രോക്കർ കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിനകത്തെ ഈ എക്സിക്യൂട്ടഡ് ഓർഡേഴ്സിനകത്ത് കിടക്കും. പിന്നെ ഒരു അടുത്തൊരു ദിവസം കഴിയുമ്പോഴത്തേക്ക് 2 വർക്കിംഗ് ഡേയ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സ്വന്തമായിട്ട് ആ ഒരു ഷെയർ വരും. അത് നമ്മുടെ പേരിലോട്ട് എല്ലാ കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത്. മനസ്സിലായി എത്ര ഭംഗിയായിട്ട് നടക്കുന്നത്. നമ്മളതൊന്നും അറിയാൻ വേണ്ട, ജസ്റ്റ് ഒരൊറ്റ ക്ലിക്ക്. പിന്നെ നമ്മളത് ചെയ്യാൻ നന്നായിട്ട് പഠിക്കുക എന്നുള്ളൊരു കാര്യമുള്ളൂ. പിന്നെ വേറെ കുറച്ച് ഗുണങ്ങളെന്ന് പറയുന്നത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. നമ്മളൊരു ബ്രേക്ക് ഔട്ട് ആയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മണ്ടക്കോട്ട് വരും. നമ്മളിപ്പോൾ ഒരു പ്രൈസ് റേഞ്ച് നമ്മുടെ മൈൻഡിലുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് വെച്ചാലും നമ്മളൊരു പ്രൈസ് റേഞ്ച് മൈൻഡിലുണ്ട്. ആ ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റി നമുക്കത് അലേർട്ട് കിട്ടും. അത് 100 രൂപ. അപ്പോൾ 100 രൂപ ആകുമ്പോഴത്തേക്ക് നമുക്ക് അലേർട്ട് വരും, മെയിലിനകത്തും നമ്മുടെ നോട്ടിഫിക്കേഷനകത്തും വരും. അപ്പം അത് നോക്കുക. മനസ്സിലായി, അത്രേ ഉള്ളൂ കാര്യം. നമ്മളത് അപ്പോഴത്തേക്ക് അലേർട്ടായിട്ട് നമുക്ക് ഇരിക്കാം. ലോസ് ആണോ, സ്റ്റോപ്പ് ലോസ് അടിച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അടിച്ചോ, അല്ലെങ്കിൽ ടാർഗറ്റ് എത്താറായോ, നമ്മുടെ ഒരു സൗകര്യം. പിന്നെ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്ത് നമുക്ക് എത്ര ഷെയറുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സെറോദയ്ക്കകത്തൊക്കെ പിന്നെ പല വാച്ച് ലിസ്റ്റ് 1, വാച്ച് ലിസ്റ്റ് 2 എന്നൊക്കെ പറഞ്ഞു കിടക്കും. പിന്നുള്ളൊരു കാര്യം, നമ്മളൊരു ഷെയർ സെല് ചെയ്യാൻ നേരത്ത് TPIN എന്ന് പറഞ്ഞൊരു അത് ഉപയോഗിക്കും. അതും സിമ്പിളാണ്. നമ്മൾ സെല് ചെയ്യാൻ നേരത്ത് അതൊരു ഓതറൈസേഷൻ കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മളതേക്ക് ഒരു ക്ലിക്ക് ചെയ്യുന്നു, നമുക്ക് TPIN ജനറേറ്റ് ചെയ്യാം. ഓൾറെഡി നേരത്തെ ചെയ്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ നമുക്ക് ആ TPIN അടിച്ചു കൊടുത്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് OTP പോലെ വരും, നമ്മുടെ TPIN അതിനകത്ത് ജനറേറ്റ് ആയി വരും. നമ്മളതങ്ങ് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ആ ഒരു ദിവസത്തേക്ക് പിന്നെ TPIN ഒന്നും അടിക്കുകയൊന്നും വേണ്ട, പിന്നെ അടുത്തൊരു ദിവസത്തേക്ക് മതി. അപ്പം ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മുടെ ഈ കാര്യങ്ങൾ നമ്മുടെ ഷെയർസിന്റെ ട്രേഡിംഗ് എല്ലാം ഈസി ആക്കാൻ വേണ്ടി നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അത് ഏതായിക്കോട്ടെ, ഓൾമോസ്റ്റ് നല്ലൊരു ഡിസ്കൗണ്ട് ബ്രോക്കർ നോക്കുക, നല്ലോണം സെലക്ട് ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പം പുതിയതായിട്ട് വരുന്ന ട്രേഡേഴ്സിനും ഇപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതും അറിവുകൾ കൂട്ടാൻ വേണ്ടി വന്നേക്കുന്ന ട്രേഡേഴ്സിനും എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ട്രേഡർ ആകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വരാൻ പറ്റും. ഇപ്പോഴും നമ്മൾ ക്വാളിറ്റിയുള്ള കണ്ടന്റ്സുമായിട്ട് അടുത്ത വീഡിയോസിൽ വരും. അപ്പം വീഡിയോസ് കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.